ഹായ് ഗൈസ്, ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയ ഫോണുകളൊക്കെ വാട്ടർ പ്രൂഫ് ആണോ വാട്ടർ റെസിസ്റ്റന്റ് ആണോ എന്നുള്ള പല ഡൗട്ടുകളും ആളുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ വാട്ടർ ഷൂട്ടിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലവർക്കും അബദ്ധം പറ്റിയിട്ട് നമുക്ക് വരുന്ന ഷോപ്പുകളിൽ വരുന്ന ഫോണുകൾ പതിമുക്കാലും ഇതേപോലെ അബദ്ധം പറ്റിയിട്ടുള്ള ഫോണുകളാണ് ഒരുപാട്. പിന്നെ അബദ്ധവശാൽ വെള്ളത്തിൽ വീഴുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ ഒരു S23 ആണ്. S23 ഇതിപ്പോൾ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഒരു മഴയത്ത് പോകുന്ന സമയത്തൊക്കെ ഇതിൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും ഇതിന്റെ ഉള്ളിലോട്ട് വല്ലാണ്ട് ഇറങ്ങില്ല, എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും ഈ ചാർജിങ് പോർട്ടിലൂടെയും അതുപോലെ തന്നെ ഈ റിങ്ങറിന്റെ ഹോളിലൂടെയും മെയിനായിട്ട് ഉള്ളിലോട്ട് പോകുന്നത്. അടിയിലാണ് കൂടുതലായിട്ട് വെള്ളം നനഞ്ഞിട്ട് പ്രശ്നം വരുന്നത്. അപ്പൊ ഈ അടിയിൽ നനയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിഭാഗത്താണ് ഈ ഡിസ്പ്ലേന്റെ കണക്ഷനും ബാക്കിയുള്ള പാട്ടുകളൊക്കെ ഡിസ്പ്ലേയിൽ ഈ അടിയിലൂടെ പോകുന്നത്. ഡിസ്പ്ലേയിലാണ് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് വരുന്നത്, ഹൈ വോൾട്ടേജ് ഡിസ്പ്ലേക്ക് പോകുന്നത്. അപ്പൊ തന്നെ ബോർഡിനെ അത് ബാധിച്ചു. പിന്നെ കുറച്ചു നേരം കൂടി വെള്ളത്തിൽ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് കംപ്ലീറ്റ് ഡെഡായി. പിന്നെ ഈ അരിയിൽ വെക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. അരിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അബ്സോർബ് ചെയ്യുന്നില്ല. ഈ അരിയിലുള്ള ഒരു എഫക്റ്റ് കാരണം വാട്ടർ അബ്സോർബ് ചെയ്യും. പക്ഷെ ഒരിക്കലും ഫോണിലത്തെ വെള്ളം അരി വലിച്ചെടുക്കില്ല. അപ്പോൾ അതൊരു സർവീസ് സെന്ററിൽ നിങ്ങൾ ഫോണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, നേരെ അടുത്തുള്ള സർവീസ് സെന്റർ ഏതാണ് അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അവരത് ഫസ്റ്റ് അഴിക്കും. അഴിച്ചതിന് ശേഷം ഇതിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എവിടെയെങ്കിലും ഷോർട്ട് ആയിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫംഗസ് കെട്ടിയിട്ടുണ്ടാവും. ഈ ഇലക്ട്രോണിക് പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയില്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഇതിൽ വോൾട്ടേജ് പാസ്സായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഫംഗസ് കെട്ടും. ആ ഫംഗസ് കെട്ടുന്നതൊക്കെ നമുക്ക് നോർമലായിട്ട് IP, അതായത് നേർപ്പിച്ച ആൽക്കഹോളാണ്, അത് ക്ലീൻ ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം പിന്നെ പവർ കൊടുത്ത് നോക്കും എന്താണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് ഇതിൽ അറിയുള്ളൂ ഡിസ്പ്ലേക്ക് കംപ്ലൈന്റ് ഉണ്ടോ വേറെ. പക്ഷെ ചിലതിലൊക്കെ നല്ല വീണ് കഴിഞ്ഞാലും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാലും സാധാരണയായിട്ട് ഒന്നും സംഭവിക്കാറില്ല. അതൊക്കെ ഒരു ലെക്കാണ്. പക്ഷെ മോസ്റ്റ്ലി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഷോർട്ട് ആവും, കൺഫേം ആയിട്ടും ഡിസ്പ്ലേ അടിച്ചു പോകും. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ വാട്ടർ പ്രൂഫാണ് തെറ്റിദ്ധരിച്ചിട്ട് ആരും വെള്ളത്തിൽ കൊണ്ട് മുക്കരുത്. അത് നിങ്ങളുടെ ഫോണിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഓക്കെ.